ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 21ാമത്തെ ദശകമാണ്. ഈ ദശകത്തിൽ 9 വർഷങ്ങളെക്കുറിച്ചും 7 ദ്വീപുകളെക്കുറിച്ചുമാണ് വർണ്ണിക്കുന്നത്. കഴിഞ്ഞ ഋഷഭാവതാരത്തിൽ നമ്മൾ കണ്ടിരുന്നു. ആ ഋഷഭദേവൻ്റെ പുത്രന്മാരിൽ 9 പേര് അവയോഗികളായിട്ട് മാറിയെന്നും അതുപോലെ 9 പേര് ഭാരതമെന്ന വർഷത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രാജ്യപരിപാലനം ചെയ്തു, വിവിധ വർഷങ്ങളിൽ പരിപാലനം ചെയ്തു എന്ന് നമ്മൾ കണ്ടിരുന്നു. വർഷം എന്നാൽ സ്ഥലം എന്നർത്ഥം, രാജ്യം അല്ലെങ്കിൽ സ്ഥലം എന്നുള്ള അർത്ഥത്തിലാണ്. അല്ലാതെ നമ്മൾ പറയുന്ന വർഷം എന്ന ആ ഒരു കണക്കിലല്ല, കാലത്തിൻ്റെ കണക്കല്ലാതെ അത് സ്ഥലം എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ദശകത്തിൽ നമ്മൾ കണ്ട ആ 9 വർഷങ്ങളെക്കുറിച്ച് വർണ്ണിക്കുകയാണ്. അതിനോടൊപ്പം 7 ദ്വീപുകളെക്കുറിച്ചും വർണ്ണിക്കുന്നുണ്ട്. ഇതിൽ ഈ പറഞ്ഞ പോലെ 9 വർഷങ്ങളിൽ ഭഗവാൻ ഏതേത് ഭാവങ്ങളിലാണ് അവിടെ കുടികൊണ്ട് അനുഗ്രഹിക്കുന്നതെന്നും അവിടെ പ്രധാനമായിട്ടും ഏതേതൊക്കെ ഭാവങ്ങളാണ് ഉള്ളത്, അഥവാ ആരാണ് അവിടെ ഭഗവാനെ ആ രൂപത്തിൽ ധ്യാനിക്കുന്നത് പ്രധാനമായിട്ടും എന്നൊക്കെയുള്ള ഒരു വിവരണമാണ് ഈ ഒരു 21ാമത്തെ ദശകത്തിൽ. ഇതിൽ ആദ്യത്തെ 9 ശ്ലോകങ്ങളിൽ ആ 9 വർഷങ്ങളിൽ, നവവർഷങ്ങളിൽ ഭഗവാൻ ഏതൊക്കെ രൂപങ്ങളിലാണ് അവിടെയൊക്കെ വസിക്കുന്നതെന്ന് പറയുന്നതോടൊപ്പം അവിടുത്തെ പ്രധാന ഉപാസകരാരൊക്കെയാണെന്നും പറയുന്നു. പിന്നീടുള്ള 3 ശ്ലോകങ്ങളിലാണ് ഈ പറഞ്ഞ ദ്വീപുകളെക്കുറിച്ച്, 6 ദ്വീപുകളെക്കുറിച്ചും ഒക്കെ പ്രതിപാദിക്കുന്നത്. ഈ 21ാമത്തെ ദശകത്തിൻ്റെ ട്യൂൺ എന്ന് പറയുന്നത് ഏവമാണ്. നമ്മൾ 6ാമത്തെ ദശകത്തിലും അതുപോലെ കഴിഞ്ഞ ദശകത്തിലും അതുതന്നെയായിരുന്നു, ഏവമായിരുന്നു. അതുതന്നെയാണ് ഈ 21ാമത്തെ ദശകത്തിൻ്റേത്. നമുക്കിനി ആദ്യത്തെ ശ്ലോകം നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ദശകം 21, 1ാമത്തെ ശ്ലോകം. മധ്യോദ്ഭവേ ഭുവ ഇളാവൃതനാംനി വർഷേ ഗൗരീ പ്രധാന വനിതാ ജനമാത്രഭാജി ശർവേണ മന്ത്രനുതിഭിः സമുപാസ്യമാനം സംഘർഷണാത്മകമധീശ്വര സംശ്രയേ ത്വാം. ഓം നമോ നാരായണായ. ഈ ഒരു ദശകത്തിൽ ഓരോ ശ്ലോകവും കഴിയുമ്പോൾ നമ്മൾ ഓം നമോ നാരായണായ എന്ന് പറയേണ്ടതുണ്ട്. ഇത് ഭഗവാനുള്ള ഒരു സ്തുതിയാണ്, ഒരു ജയ് പറയലാണ്, ഭഗവാനെ ഒന്ന് നമിക്കുകയാണ് ഇവിടെ. കാരണം ഈ ഓരോ ശ്ലോകങ്ങളിലും ഭഗവാൻ ഓരോരോ ഭാവത്തിൽ നമുക്ക് കാണിച്ചു തരികയാണ്. മധ്യോദ്ഭവേ, ഈ മധ്യപ്രദേശത്തിൻ്റെ ഉത്ഭവസ്ഥാനമായിട്ടുള്ള അഥവാ ഭൂമിയുടെ മധ്യഭാഗത്തായിട്ട് ഭുവ ഇളാവൃത നാംനി വർഷേ, ഭുവ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ മധ്യോദ്ഭവേ, അതിൻ്റെ നടുവിലായിട്ട് മധ്യഭാഗത്തായിട്ട് ഇളാവൃത നാംനി, ഇളാവൃതം എന്നു പേരുള്ള വർഷേ, വർഷം അഥവാ രാജ്യം സ്ഥിതി ചെയ്യുന്നു.
അവിടെയാകട്ടെ ആരാ പ്രധാന ഉപാസക എന്ന് ചോദിച്ചാൽ ഗൗരി പ്രധാന വനിതാജനമാത്ര ഭാജി. ഗൗരി സാക്ഷാൽ ശ്രീ പാർവതീദേവി തന്നെയാണ് പ്രധാന വനിതാജനമാത്ര ഭാജി. വനിതാജനമാത്ര, അവിടെ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ആ ഇളാവൃത വർഷത്തിൽ പ്രധാനിയായി വർത്തിക്കുന്ന സാക്ഷാൽ ശ്രീ പാർവതീദേവി തന്നെയാണ്. അവിടെ ഇരുന്നിട്ട് ശർവേണ മന്ത്രനുദിഭി, ശർവേണ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ശ്രീ പരമേശ്വരൻ മന്ത്രനുദിഭി, മന്ത്രങ്ങളാലും അതുപോലെ സ്തുതികളാലും, നുതി എന്നാൽ സ്തുതി എന്നർത്ഥം, സമുപാസ്യമാനം, ഭഗവാനെ നന്നായി സേവിച്ചു പോകുന്നു. ഏത് ഭാവത്തിലാണ് എന്നാണ് അടുത്ത പറയുന്നത്. അപ്പോൾ അവിടെ ശ്രീ പരമേശ്വരനും സാക്ഷാൽ ശ്രീ പാർവതീദേവിയും മാത്രമാണുള്ളത് അല്ലേ. പിന്നെയുള്ളതൊക്കെ ആകട്ടെ, ബാക്കിയുള്ളതൊക്കെ വനിതകൾ മാത്രമാണ്, വനിതാജനങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു വർഷമാണ് ഇളാവൃതം എന്ന് പറയുന്നത്. അത് ഈ ഭൂമിയുടെ നേരെ മധ്യഭാഗത്തായിട്ടാണ് വരുന്നത്. ഇത് നമുക്ക് സങ്കല്പിക്കണമെങ്കിൽ ഒരു താമരപ്പൂവിൻ്റെ നടുക്ക് ഭാഗം അതിന് ചുറ്റുമുള്ള ദളങ്ങളും ഒന്ന് നോക്കിയാൽ നമുക്ക് കുറേയൊക്കെ ഇനിയുള്ള പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ മധ്യഭാഗത്തായിട്ട് ഇളാവൃതം എന്ന് പറയുന്ന വർഷം അവിടെ ശ്രീ പരമേശ്വരനും ശ്രീ പാർവതീദേവിയുമാണ് പ്രധാന ഉപാസകരായിട്ടുള്ളത്. പിന്നീട് ഒരു സവിശേഷതയുള്ളത്, അവിടെ സ്ത്രീകൾ മാത്രമാണ് ആ ഒരു ദ്വീപിലുള്ളത്. അങ്ങനെയുള്ളിടത്ത് സംഘർഷണാത്മകമധീശ്വര സംശ്രയേ ത്വാം, സംഘർഷണാത്മകം അധീശ്വര, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് സംഘർഷണാത്മകമധീശ്വര. സംഘർഷണാത്മകം എന്ന് പറഞ്ഞാൽ സംഘർഷണമൂർത്തിയായിട്ടുള്ള ആ ഭഗവാനെ, അധീശ്വര എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആ ഭഗവാനെ സംശ്രയേ ത്വാം, സംശ്രയെ ആശ്രയിക്കുന്നു, ശരണം പ്രാപിക്കുന്നു, ത്വാം അങ്ങയെ ഞാൻ ശരണം പ്രാപിക്കുന്നു അഥവാ ആശ്രയിക്കുന്നു. ഈ ഇളാവൃത വർഷത്തിൽ പണ്ട് ശ്രീ പരമേശ്വരനും ശ്രീ പാർവതീദേവിയും കൂടി ഇങ്ങനെ അവരുടെ ഒരു സ്വകാര്യ ജീവിതത്തിനായിട്ട് അവിടെ പോയി താമസിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ വീണ്ടും ഇങ്ങനെ ധാരാളം ഭക്തജനങ്ങളും മുനിമാരുമൊക്കെ ശ്രീ പരമേശ്വരനെ കാണാൻ വന്നപ്പോൾ അവിടെ വെച്ച് പാർവതീദേവിക്ക് അതൊരു ബുദ്ധിമുട്ടായി തോന്നിയപ്പോൾ ശ്രീ പരമേശ്വരൻ സാക്ഷാൽ മഹാദേവനാണത്രേ അങ്ങനെ ഒരു അനുഗ്രഹം കൊടുത്തത്, ഈ ദ്വീപിലേക്ക് വരുന്നവരൊക്കെയും സ്ത്രീകളായി പോകട്ടെ. അങ്ങനെയാണ് അവിടെ വരുന്ന, അതുകൊണ്ടാണ് ആ ഒരു ദ്വീപ് സ്ത്രീകളുടെ മാത്രം ദ്വീപായി മാറിയത്. അവിടെ വരുന്ന പുരുഷന്മാരും ആ ദ്വീപിലെത്തിക്കഴിയുമ്പോൾ സ്ത്രീയായിട്ട് മാറുന്നു. അങ്ങനെ ആ ഇളാവൃതത്തിൽ സാക്ഷാൽ ശ്രീ പരമേശ്വരനായാലും ശ്രീ പാർവതീദേവിയാലും സ്തുതിക്കപ്പെടുന്ന ശ്രീ പരമേശ്വരനാകട്ടെ മന്ത്രങ്ങളെ കൊണ്ടും സ്തുതികളെ കൊണ്ടുമൊക്കെ പാർവതീദേവിയോടൊപ്പം ഇരുന്ന് സദാ ഉപാസിച്ചു കൊണ്ടിരിക്കുന്ന, യാതൊരു സംഘർഷണമൂർത്തിയാണോ ഉള്ളത് ആ ഇളാവൃതത്തിൽ കുടികൊള്ളുന്നത്, അങ്ങനെയുള്ള ആ മൂർത്തിയെ ഞാൻ ആശ്രയിക്കുന്നു, ഞാൻ നമിക്കുന്നു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. മധ്യോദ്ഭവേ ഭുവ ഇളാവൃത നാംനി വർഷേ ഗൗരീ പ്രധാന വനിതാജനമാത്ര ഭാജി ശർവേണ മന്ത്രനുദിഭിഃ സമുപാസ്യമാനം സംഘർഷണാത്മകമധീശ്വര സംശ്രയേ ത്വാം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഗൗരി പ്രധാന വനിതാജനമാത്ര ഭാജി, അത് ചേർത്ത് തന്നെ വായിക്കുക. പിന്നെ മന്ത്രനുദിഭി, അത് ഒരു വിസർഗമുണ്ട്. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. ഓം നമോ നാരായണായ. ഇത് ഈ ഒരു ദശകത്തിലെ എല്ലാ ശ്ലോകങ്ങൾ കഴിയുമ്പോഴും ഉരുവിടേണ്ട ഒരു മന്ത്രമാണിത്. ഇനി നമുക്കടുത്തത് രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. ഭദ്രാശ്വനാമക ഇളാവൃത പൂർവവർഷേ ഭദ്രശ്രവോഭിഋഷിഭിഃ പരിണൂയമാനം
കൽപ്പാന്തഗൂഢനിഗമോദ്ധരണപ്രവീണം ധ്യായാമി ദേവഹയശീർഷതനും ഭവന്തം. ഓം നമോ നാരായണായ. ഭദ്രാശ്വനാമക, ഭദ്രാശ്വം എന്നു പേരുള്ളതായിട്ടുള്ള ഇളാവൃത പൂർവവർഷേ, ഇളാവൃതം എന്ന് നമ്മൾ ആദ്യം കണ്ട ആ പാർവതീദേവിയും സാക്ഷാൽ പരമേശ്വരനും ഇരിക്കുന്ന ഭൂമിയുടെ മധ്യഭാഗത്തിലുള്ള ഇളാവൃതം എന്ന് പറയുന്ന ആ വർഷത്തിൻ്റെ പൂർവവർഷേ, പൂർവം എന്നാൽ കിഴക്ക് ദിക്കിൽ, പൂർവവർഷേ കിഴക്ക് ദിക്കിൽ കുടികൊള്ളുന്ന വർഷമാണ് ഭദ്രാശ്വം എന്നു പേരുള്ള വർഷം. അവിടെയാകട്ടെ ഭദ്രശ്രവോഭിഋഷിഭി പരിണൂയമാനം, ഭദ്രശ്രവോഭിഋഷിഭി, ഭദ്രശ്രവോഭിഹി ഋഷിഭിഹി, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഭദ്രശ്രവോഭിഋഷിഭി. ഭദ്രശ്രവോഭിഹി, ഭദ്രശ്രവസ്സുകൾ എന്ന പേരുള്ളതായിട്ടുള്ള, എന്ന പേരിൽ അറിയപ്പെടുന്നതായിട്ടുള്ള ഋഷിഭിഹി മഹർഷിമാരാൽ പരിണൂയമാനം സ്തുതിക്കപ്പെടുന്നവനായിട്ടുള്ള, അപ്പോൾ ഭദ്രശ്രവസ്സുകളാൽ സ്തുതിക്കപ്പെടുന്ന അത് ഏത് മൂർത്തിഭാവമാണെന്നാണ് ഇനിയും പറയുന്നത്. കൽപ്പാന്ത ഗൂഢനിഗമോദ്ധരണ പ്രവീണം ധ്യായാമി ദേവ ഹയശീർഷതനും ഭവന്തം. കൽപ്പാന്ത ഗൂഢനിഗമോദ്ധരണ പ്രവീണം, കൽപ്പാന്ത ഗൂഢ നിഗമോദ്ധരണ പ്രവീണം എന്ന് പറഞ്ഞാൽ, കൽപ്പാന്തം എന്ന് പറഞ്ഞാൽ ഒരു കൽപ്പത്തിൻ്റെ അവസാനത്തിൽ, അതായത് പൂർവകൽപ്പത്തിൻ്റെ അവസാനത്തിൽ ഗൂഢനിഗമോദ്ധരണ പ്രവീണം, ഗൂഢ എന്ന് പറഞ്ഞാൽ ഇവിടെ ആ കാണാതായത്, അതായത് നിഗൂഢമായി പോയ ആ കൽപ്പത്തിൻ്റെ അവസാന സമയത്ത് വന്ന ആ പ്രളയത്തിൽ കാണാതെ പോയ നിഗമ ഉദ്ധാരണ പ്രവീണം, നിഗമം എന്നാൽ വേദങ്ങൾ, ആ വേദങ്ങളെ ഉദ്ധരണ എന്ന് പറഞ്ഞാൽ വീണ്ടെടുത്തു കൊണ്ടുവന്ന, ഉദ്ധരണം ചെയ്തു കൊണ്ടുവന്ന പ്രവീണം, പ്രവീണം എന്ന് പറഞ്ഞാൽ പ്രാവീണ്യമുള്ള. ഇത് ഒരു കഥയെ ഒന്ന് ചുരുക്കി പറഞ്ഞിരിക്കുകയാണ്, നമുക്ക് നോക്കാം. ധ്യായാമി ദേവ ഹയശീർഷതനും ഭവന്തം. ധ്യായാമി ദേവ, ഞാൻ നമിക്കുന്നു, ഞാൻ ധ്യാനിക്കുന്നു ഭഗവാനെ. ഹയശീർഷതനും ഭവന്തം, ഹയശീർഷ രൂപത്തിലുള്ള, രൂപത്തോടു കൂടിയ, അങ്ങനെയുള്ള ദേഹത്തോടു കൂടിയ അല്ലയോ ഭഗവാനെ. ഭവന്തം എന്ന് പറഞ്ഞാൽ അങ്ങയെ ഞാൻ ധ്യാനിച്ചു കൊള്ളുന്നു. പണ്ട് ഒരു കൽപ്പത്തിൻ്റെ അവസാനം, ഓരോ കൽപ്പത്തിൻ്റെ അവസാനം മഹാപ്രളയം ഉണ്ടാവും അല്ലേ. ആ നൈമിത്തിക പ്രളയത്തിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ബ്രഹ്മാവിൻ്റെ കയ്യിലുണ്ടായിരുന്ന വേദങ്ങളെല്ലാം കാണാതെ പോവുകയും അങ്ങനെ അത് അപഹരിച്ചു കൊണ്ടുപോയ അസുരനെ നിഗ്രഹിച്ച് വേദങ്ങൾ വീണ്ടെടുത്ത് ബ്രഹ്മാവിന് നൽകുവാനായി ഭഗവാൻ ഹയഗ്രീവമൂർത്തിയുടെ രൂപം ധരിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ആ ഹയഗ്രീവമൂർത്തി, അതാണ് ഹയശീർഷതനും. ആ ഒരു ഹയഗ്രീവമൂർത്തിയെ, ആ ഹയഗ്രീവമൂർത്തിയായിട്ട് ആ ഭാവത്തിൽ കുടികൊള്ളുന്നത് എവിടെയാണ്? ഈ ഭദ്രാശ്വം എന്ന് പറയുന്ന വർഷത്തിലാണ്. അതാകട്ടെ ഈ ഇളാവൃത വർഷത്തിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് കുടികൊള്ളുന്നത്. അവിടെ ഭദ്രശ്രവസ്സുകൾ എന്ന് പറയുന്ന മഹർഷിമാരാൽ സദാ സ്തുതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പരികീർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഹയഗ്രീവമൂർത്തിയെ, വേദങ്ങളെ ഉദ്ധരണം ചെയ്തു കൊണ്ടുവന്ന ആ ഹയഗ്രീവമൂർത്തിയെ, ഏത് കൽപ്പത്തിൻ്റെ അവസാനത്തിലും എത്ര വലിയ പ്രളയം വന്നാലും ഒരു കള്ളനാലും ഒരസുരനാലും മോഷ്ടിക്കപ്പെടുവാൻ സാധ്യമല്ലാത്ത ഒന്നാണ് വേദങ്ങൾ. ആ അറിവ് യോഗ്യതയുള്ളവരിലേക്ക് മാത്രം എത്തേണ്ടതാണെന്ന് കാണിച്ചുകൊണ്ട് അത് മോഷ്ടിച്ചു കൊണ്ടുപോയ അസുരനെ നിഗ്രഹിച്ച് വേദങ്ങളെ വീണ്ടെടുത്ത് സാക്ഷാൽ ബ്രഹ്മാവിൻ്റെ കൈകളിൽ തിരികെ ഏൽപ്പിച്ച ആ ഹയഗ്രീവമൂർത്തിയെ ഞാനിതാ നമസ്കരിക്കുന്നു, ഞാനിതാ ധ്യാനിക്കുന്നു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഭദ്രാശ്വനാമ കൈളാവൃത പൂർവവർഷേ ഭദ്രശ്രവോഭിഋഷിഭിഃ പരിണൂയമാനം കൽപ്പാന്തഗൂഢനിഗമോദ്ധരണ പ്രവീണം ധ്യായാമി ദേവ ഹയശീർഷതനും ഭവന്തം.
ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഭദ്രശ്രവോഭിഋഷിഭി, അവിടെ രാ റ് ഇത് രണ്ടും ചേർന്ന് വരുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ച് വായിക്കുക. പിന്നെ അടുത്തത് കൽപ്പാന്ത ഗൂഢനിഗമോദ്ധരണ പ്രവീണം, അത് ചേർത്ത് തന്നെ വായിക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. ഹരേ കൃഷ്ണ.